അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്രിയോണ്ട് വെഹിക്കിൾസിന്റെ ഷോറൂമിലാട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പ്രിയോണ്ട് വെഹിക്കിൾ 5 ഹെക്ടർ ഒക്കെ ഉണ്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ നല്ല പ്രിയോണ്ട് ക്വാളിറ്റി വെഹിക്കിൾസ് നിങ്ങൾക്ക് എവിടെ കിട്ടുന്നത്? അതാണ് നമ്മുടെ SS ഡ്രൈവ് കേട്ടോ. SS ഡ്രൈവ് മാങ്കാവ്. അപ്പോൾ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് പരിചയപ്പെട്ടാലോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ ഉണ്ടെങ്കിലോ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആളെ വിളിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ബ്രോന്റെ പേരെന്താ? നിഹാൽ എന്നാണ് ബ്രോന്റെ പേര്. ബ്രോണ് അപ്പോൾ നമുക്കിന്ന് കാറിനെ ഫുള്ളും വാക്ക് അറൗണ്ട് ചെയ്തത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് വണ്ടി ഏതാ ബ്രോ? സെൽട്ടോസ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ? ഇത് 2020 മോഡല് HTK സിംഗിൾ ഓണർ ബേസ് മോഡലാണ്. ബേസ് മോഡൽ. ഓ, പെട്രോള് മാനുവൽ. അപ്പോൾ നമ്മളിത് എത്രയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത് ആകെ 37,000 ഓടിയിട്ടുള്ളൂ. 37 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ക്ലൈമോ കാര്യങ്ങളോ ഒരു വണ്ടിക്കില്ല. നമ്മൾ അങ്ങനത്തെ നീറ്റ് വണ്ടികൾ എടുക്കുന്നുള്ളൂ. അത് ഒന്ന് ഫസ്റ്റ് ആയിട്ട് പറയാം. ഇതിന്റെ ചോദിക്കുന്നത് 990. 990 ആണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിളിക്കാട്ടോ. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. എങ്ങനെയാണ് ബ്രോ ബസ്സിന്റെ ഡീറ്റെയിൽസ്? ഇത് 2021 മോഡല് LXI ഓപ്ഷൻ. LXI. ഓക്കെ. 2021 മോഡല് പെട്രോള് മാനുവലാണ്. പെട്രോൾ മാനുവല്. ആകെ 68,000 ഓടിയിട്ടുള്ളൂ. 68. ഓക്കെ. 685 ആണ് ചോദിക്കുന്നത്. 685. നിങ്ങൾക്ക് മെയിൻ്റെനൻസ് കുറഞ്ഞിട്ട് മെയിൻ്റെനൻസ് മാറുതിന്റെ ലെവലിൽ തന്നെ ഉള്ളൂ. പെട്രോൾ വണ്ടിയാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മള് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോഗ് ചെയ്തിട്ടുണ്ട്. DRL ചെയ്തിട്ടുണ്ട്. ഇത് പ്രൊജക്ടഡ് സെറ്റപ്പ് പോലെയാണ്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആണ് അഡീഷണൽ ചെയ്തതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു വാങ്ങി ഓടിച്ചാൽ മാത്രം മതി. വേറെ പ്രശ്നമൊന്നുമില്ല. സർവീസ് ചെയ്ത് കൊണ്ടുവച്ചോ. നീറ്റ് വണ്ടിയാണ്. റീപ്ലേസോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല. ഏതായിരുന്നു കൊല്ലം പറഞ്ഞതായിരുന്നു? 2021. റേറ്റും കൂടി ഒന്ന് 685 കിട്ടും. അപ്പോൾ ബ്രസ 2021 ബ്രസ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബ്രസൊക്കെ എനിക്കൊന്ന് അത്രയും ആവശ്യമുള്ള വണ്ടിയാണ്. മൈലേജും ഉണ്ടല്ലോ. ചെറിയൊരു SUV ഇന്ത്യൻ സ്പേസ് ഒക്കെ വെച്ച് നോക്കാൻ നല്ല അടിപൊളി സ്പേസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. ഒരു അടുത്ത വണ്ടിയിലേക്ക്. MG ഹെക്ടർ ആണല്ലേ? MG ഹെക്ടർ 2020 ഷാർപ്പ് ഓപ്ഷൻ. ഷാർപ്പ് എന്ന് പറയുമ്പോൾ ഏതാ? ടോപ്പ് എൻഡ് ആണ്. ഏറ്റവും ടോപ്പ്. അപ്പൊ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. സൺറൂഫ് വരുന്നുണ്ട്. സീറ്റ് വെന്റിലേഷൻ. പിന്നെ പെട്രോള് ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. 360 കാര്യങ്ങളും എല്ലാം 360 ഡിഗ്രി ക്യാമറ ഒക്കെ വരുന്നതാണ്. ഓക്കെ. ഇത് ഏതായിരുന്നു ഇയർ പറഞ്ഞത്? ഇത് 2020 പെട്രോൾ ഓട്ടോമാറ്റിക്. 24 ഓൺ റോഡ് വരുന്ന വണ്ടിയാണ്. 24. ഇപ്പം ചോദിക്കുന്നത് 12-20. 12-20. എനിക്ക് തോന്നുന്നു നല്ലൊരു ക്യാച്ച്. കാരണം ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. വണ്ടി ഓടിച്ചാൽ മതി. അത്രയും അടിപൊളി നീറ്റ് വണ്ടിയാണ്. കാണാനും നല്ല വൃത്തിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഓപ്ഷൻ ഒരു വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ വേഗം ചെക്കൗട്ട് ചെയ്യാം. കാരണം എനിക്ക് തോന്നുന്നു ആ 12 സെഗ്മെന്റിൽ എനിക്ക് തോന്നുന്നു 12 ലക്ഷം റേഞ്ചിൽ നിങ്ങൾ പുതിയൊരു ഓപ്ഷൻ എടുക്കാനായിട്ടും ബെറ്റർ ആയിരിക്കും ഇതില്. ഇത് എത്ര ഓടി ഉണ്ടായിരുന്നു ബ്രോ? ഇത് 54. 54. ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ സർവീസ് ഒക്കെ നോർമൽ ആണ്. ഷോറൂം സർവീസ് റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നും നല്ലൊരു ഓപ്ഷനാണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു ഓപ്ഷനാണ് എടുക്കാൻ പറ്റും. ആ റേഞ്ചിൽ നിങ്ങൾ വണ്ടി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് വന്നു. അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. എനിക്ക് ഇറങ്ങുമ്പോൾ ബഡ്ജറ്റിൽ ഇത്ര ഫീച്ചേഴ്സ് ഉള്ള വണ്ടി വേറെ കിട്ടാനില്ല. അപ്പോൾ അതാണ് അതിന്റെ ഒരു ക്യാച്ച് കേട്ടോ. അപ്പോൾ ഈ ഒരു സേഫ്റ്റിയും അതേപോലെ ഈ ഫീച്ചേഴ്സും അതാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ബെസ്റ്റ് വണ്ടി. പിന്നെ ഓടിക്കാനും വലിയ ഇഷ്യൂസ് ഇല്ല. നല്ല കംഫർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഈ വണ്ടി. ഇതേ സെഗ്മെന്റിലുള്ള വണ്ടി തന്നെ നമ്മളെടുത്തൊരു ബ്ലാക്കും വരുന്നുണ്ട്. വണ്ടി പോളിഷിംഗിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് വരാം. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞോ. ഇത് വെന്യൂ 2020 ടെർബോ ഓപ്ഷനാണ്. അപ്പോൾ 1 ലിറ്റർ ആണല്ലേ? 1 ലിറ്റർ ഓപ്ഷൻ ടെർബോ ആണ്. ബേസ് മോഡലാണ്. പിന്നെ 2020 മോഡല് പെട്രോൾ മാനുവൽ. ആകെ 45,000 ഓടി. 45,000 റീസണബിൾ ആണ്. A to Z കമ്പനി സർവീസ് ആണ്. റീപ്ലേസോ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ചോദിക്കുന്ന വില 690. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെർബോ അടിപൊളി എഞ്ചിൻ വേണമെന്നുണ്ടെങ്കിൽ ഗിയർ എഞ്ചിനാണ് വരുന്നത്. മാനുവൽ തന്നെയല്ലേ പറഞ്ഞത്? പെട്രോൾ മാനുവൽ. ഏകദേശം ഈ മൈലേജ് ചോദിക്കും. ഞാൻ മൈലേജ് ഒന്നും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ഓടിക്കുന്ന പോലെ ഇരിക്കും മൈലേജ് ഒക്കെ അല്ലേ ഏകദേശം. അപ്പൊ എന്നാൽ ഏകദേശം എന്തായിരിക്കും ഒരു ഫിഗർ ഉണ്ടാവും? 14-15 ആ റേഞ്ചിൽ കിട്ടും അല്ലേ? അപ്പൊ ഇതൊക്കെയാണല്ലോ. ബ്രഷിന്റെ കാര്യം വരെ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയണതാണ്. അപ്പൊ മൈലേജ് ഞാൻ കറക്റ്റ് പറയുന്നില്ല, നിങ്ങൾ ഓടിക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ടാണ് അത് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാത്തത്. അപ്പൊ നമുക്ക് ഇയർ പറഞ്ഞല്ലോ. ഇയർ ഏതായിരുന്നു? 2020 ആണ്. ടെർബോ. അതേപോലെ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞത് 690 ആണ് കേട്ടോ. അപ്പൊ ഇതാണ് വണ്ടിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. നമുക്ക് അടുത്ത വണ്ടി. അപ്പൊ എങ്ങനെ ഈ ഹാരിയറിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണോ? ഇത് 2021 XTM ഡീസൽ മാനുവൽ ആണ്. പിന്നെ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ചോദിക്കുന്ന വില
13,400. എനിക്ക് തോന്നുന്നു നല്ലൊരു SUV വേണമെന്നുണ്ടെങ്കിൽ മാസ് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഒരു ഡീസലാകുമ്പോൾ നല്ല മൈലേജും കാര്യങ്ങളും നല്ല മൈലേജ് ഉണ്ടോ. ഒരു 2 ലിറ്റർ എഞ്ചിൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ പവർഫുൾ വണ്ടിയാണ്. ഇതിന്റെ എത്ര കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞത്? ഇത് ആകെ 37,000 ഓടിയിട്ടുള്ളൂ. 37,000 ഓടിയിട്ടുള്ളൂ. ഓ, അപ്പൊ നിങ്ങൾക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എത്രയായിരുന്നു? 13,400 വണ്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത വണ്ടി അടിപൊളി ഒരു മസ്കുലർ നമുക്കൊരു സബ്ഫോമീറ്റർ SUV വേണം. അതിന്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. എങ്ങനെയാണ് ഇതിന്റെ? ഇത് 2020 ഡീസൽ ഓട്ടോമാറ്റിക് 2020 ഫുൾ ഓപ്ഷൻ GT ലൈനാണ്. സൺറൂഫും സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ. ഇത് 52 ഓട്ടം, 52 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടിയാണ്. A to Z കമ്പനി സർവീസ് ആണ്. റീപ്ലേസോ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നു റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി നമുക്ക് എപ്പോഴും പറയേണ്ടത്. നമ്മൾ അങ്ങനത്തെ വണ്ടി ചെയ്യുന്നില്ല. നമ്മൾ ഫുൾ ചെക്ക് ചെയ്തിട്ടുള്ള ക്വാളിറ്റി വണ്ടികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാണ് നമ്മൾ അത് സ്പെസിഫിക് ആയിട്ട് പറയട്ടെ. എല്ലാ വണ്ടികളും കമ്പനി സർവീസ് ആണ്. അപ്പം അങ്ങനെയാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് പറയൂട്ടോ ഞങ്ങൾ. അങ്ങനെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഡീസന്റ് വണ്ടിയാണ്. അപ്പൊ ഇത് കാണാൻ തന്നെ വൃത്തിയുണ്ട്. അപ്പം കിയ സോണറ്റ്. അപ്പം എത്ര ഫുൾ ഓപ്ഷൻ ആണ്? നമ്മൾ എത്രയൊക്കെ 1190 ഡീസൽ ഓട്ടോമാറ്റിക്. ഏതായിരുന്നു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇത് GT ലൈൻ ഫുൾ ഓപ്ഷൻ ആണ്. GT ലൈൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് അടിപൊളി മീൻസ് കോമ്പാക്ട് ഒരു SUV കൊണ്ടു നടക്കണം. അതും ഡീസൽ നല്ല 1.5 ആണ്. അടിപൊളി എഞ്ചിനാണ്, വേറെ ഒന്നും പറയാനില്ല. അടിപൊളി മീൻസ് ഓടിച്ചു നോക്കണം, അപ്പോൾ അതിന്റെ പവർ മനസ്സിലാവും. ഡീസൽ മൈലേജും ഉണ്ട്. ഏകദേശം നിങ്ങൾക്ക് മൈലേജിൽ കൊണ്ടുനടക്കാൻ പറ്റിയ അടുത്ത വണ്ടിയിലേക്ക് എന്താ ബ്രോ ഇതിന്റെ പരിപാടി? 2022 മോഡല് ഹ്യൂണ്ടായി ക്രെറ്റ SXO നൈറ്റ് എഡിഷൻ. അതായത് ഏറ്റവും ഫുള്ളില് നൈറ്റ് എഡിഷൻ അന്ന് ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും വിലന്റെ ഒരു വണ്ടി. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ? ഇത് 2022 മോഡല് സിംഗിൾ ഓണർ ഡീസൽ ഓട്ടോമാറ്റിക് 45 ഓട്ടം. ഡീസലിന് എനിക്ക് തോന്നുന്നു അതൊരു ഡീസന്റ് ഓട്ടാണ്. ഡീസലിന്റെ ഓട്ടം അതല്ല ശരിക്കും. ഡീസലിനെ സംബന്ധിച്ച് ചെറിയ ഓട്ടാണ്. പിന്നെ പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്, സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്, ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എനിക്ക് തോന്നുന്നു അന്നത്തെ ടോപ്പ് ആണല്ലോ. അന്ന് ഇറങ്ങിയത്. പിന്നെ ഫാൻസി നമ്പർ ആണ്. ഈ ഒരു പ്രൈസിനാണ് മാർക്കറ്റിൽ ഡിമാൻഡ്. ഇതാണ് ഡീറ്റെയിൽസ്. റേറ്റ് എത്രയാ പറഞ്ഞത്? ഇത് 1830 നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞു നോക്കാം നമുക്ക്. ഇത് 2021 SXO ഓപ്ഷന് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ സിംഗിൾ ഓണർ വണ്ടി, പെട്രോൾ ഓട്ടോമാറ്റിക്. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 62 ഓട്ടം. പിന്നെ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? റേറ്റ് 950 ആണ് ചോദിക്കുന്നത്. 9.5 ആണ് ചോദിക്കുന്നത്. 9.5 എനിക്ക് തോന്നുന്നു നല്ലൊരു സെഡാൻ, അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. മേജർ ആയിട്ടുള്ള വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ചെയ്തു വെച്ചതാണ്. പെട്രോളും ആണ്, വലിയ പ്രശ്നമില്ല. ഓട്ടോമാറ്റിക്കും ആണ്. ഒരു വണ്ടിക്ക് ഭയങ്കര ഡിമാൻഡാണ് മാർക്കറ്റിൽ. ഓട്ടോമാറ്റിക് ആണല്ലേ, അതാണ് അതിന് വേറെ കാര്യം. അപ്പൊ നിങ്ങൾക്ക് ട്രാഫിക്കിലാണെങ്കിൽ കാര്യങ്ങളാണെങ്കിൽ കൊണ്ടുനടക്കാനും ബുദ്ധിമുട്ടില്ല. ഓട്ടോമാറ്റിക്കലി ഒരു സെഡാൻ വണ്ടി, ചെറിയൊരു വണ്ടി എന്നുള്ള രീതിയിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അടുത്ത വണ്ടിയിൽ വീണ്ടും സെൽറ്റോസ് അല്ലേ? അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ ബ്രോ? ഇത് 2021 മോഡല് പെട്രോൾ മാനുവൽ HTX, അതായത് മിഡിൽ ഓപ്ഷൻ, ടോപ്പിന്റെ തൊട്ട് താഴെ. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സൺറൂഫ് വരും, പ്രൊജക്ടർ, ഹെഡ് ലാമ്പ് ആണ് വരും, LED ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഈ 4 ഓട്ടം. 54 ഓട്ടം. ഏതാണ്? പെട്രോൾ ആണോ? പെട്രോൾ മാനുവൽ. അപ്പൊ HTX പെട്രോൾ മാനുവൽ. അപ്പൊ ഏകദേശം 54 ഓട്ടം. നിങ്ങൾ എത്രയൊക്കെ അത്? ഇത് 1190 സെൽറ്റോസ് കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഒരു സെഡാൻ ഉണ്ട്, എനിക്കൊന്ന് ഇന്ത്യ അത്രയും കൂടുതൽ ഓടുന്ന സെഡാനാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ ബ്രോ? ഇത് 2022 മോഡല് 23 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ഡിസയർ പെട്രോൾ മാനുവൽ ആണ്. ആകെ 58 സംതിങ് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. ഇത് 640 ആണ് ചോദിക്കുന്നത്. 640. എനിക്കൊന്ന് അത്യാവശ്യം മൈലേജ് ഉള്ള ചെറിയൊരു ബഡ്ജറ്റ് വണ്ടി. ഒരു നല്ലൊരു ഫാമിലി ഒക്കെ ആണെങ്കിൽ എനിക്കൊന്ന് കൺസിഡർ ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. ഒന്ന് വന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. കാരണം വണ്ടിയെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. മൈലേജ് ക്വാളിറ്റി വണ്ടിയാണ്. സർവീസ് ചെയ്ത് വെച്ചതാണ്. എടുത്ത് ഓടിച്ചാൽ മതി. വേറെ മേജർ ആയിട്ടൊന്നും കയ്യിൽ നിന്ന് മുടക്കേണ്ട ആവശ്യമില്ല. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിനുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഓടിച്ചാൽ മതി.
അപ്പോൾ ഇനി ഞാൻ കാര്യം ചോദിക്കാണ്, ഇത്ര വണ്ടികളുള്ളൂ, നമുക്ക് ചെറുവണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇനിയും ഒരുപാട് വണ്ടികൾ നമ്മൾ ഈ വീഡിയോയിൽ കാണാത്ത ഇനിയും വണ്ടികൾ വേറെ ഉണ്ട്. ഓട്ടോമാറ്റിക് ആയാലും മാനുവൽ ആയാലും ചെറിയ വണ്ടി ആയാലും SUV ആണെങ്കിൽ 7 സീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വിളിച്ചാൽ മതി, പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ മതി, പുള്ളി അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ മനസ്സിലുള്ള സെഗ്മെന്റ്, ഏതാണോ റേഞ്ച്, പ്രൈസ് റേഞ്ച് എന്നുണ്ടെങ്കിലും ഡീസലോ ഓട്ടോമാറ്റിക്കോ ഏത് വണ്ടി വേണമെങ്കിലും അവർ ഒപ്പിച്ചു തരും കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഒപ്പിച്ചു തരും. അപ്പൊ നിങ്ങൾ വരേണ്ട ഷോറൂം ഇതാണ്, SS ഡ്രൈവ്. എവിടെയാന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മീഞ്ചന്ത മിനി ബൈപ്പാസ്, തിരുവണ്ണൂരിനാണ് എക്സാക്ട് ലൊക്കേഷൻ. തിരുവണ്ണൂരാണ് പറയാം, ഗ്രാൻഡ് ബേക്കറിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ വന്നൊന്ന് ചെക്ക്ഔട്ട് ചെയ്തൊക്കെ ക്വാളിറ്റി ഉള്ള പ്രിയോണ്ട് വെഹിക്കിൾ കേട്ടോ. പ്രിയോണ്ട് ആണെന്ന് പറയൂല, വേറെ കാര്യം. വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.